വീട്ടിലെത്തി എന്നത്തെയും വീട്ടിലത്തെ പ്രഭാത ഭക്ഷണമായ പുട്ടും പഴത്തിൽ നിന്നായിരുന്നു ഇന്നത്തെ നമ്മുടെ ദിവസം തന്നെ തുടങ്ങിയത്. ഹോസ്റ്റലിലെ ഇഡ്ഡലിയും ദോശയും സാമ്പാറും മാത്രം നിന്ന് തളമ്പിച്ച എന്റെ നാവിന് വീട്ടിലെത്തി എനിക്ക് ഇഷ്ടപ്പെട്ട പുട്ടും പഴവും കൂട്ടിക്കഴിച്ചപ്പോ കിട്ടിയ സുഖം ഉണ്ടല്ലോ, അത് വേറൊന്നായിരുന്നു. ആ സുഖമൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അതൊക്കെ അനുഭവിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഹോസ്റ്റലിൽ നിന്ന് വന്ന കുട്ടിയായതുകൊണ്ട് അച്ഛമ്മയുടെ വക സ്പെഷ്യൽ ആയിട്ട് പുഴുങ്ങിയ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ ഒരു ഉച്ചയൊക്കെ ആയപ്പോ ഞാനും അച്ഛനും അനിയനും കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഇങ്ങനെ കറങ്ങി നടക്കാന്നുള്ളത്. അത് അച്ഛന്റെ അനിയന്റെയും കൂടെ ആവുമ്പോൾ ഒന്നും കൂടെ അടിപൊളി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വണ്ടി എടുത്തത് അനിയനാണെങ്കിലും അവന്റെ ഡ്രൈവിംഗ് സ്കിൽ കണ്ട് ഇംപ്രസ് ആയ അച്ഛൻ ഞാൻ ബാക്കി നോക്കിക്കോളാന്ന് പറഞ്ഞ് പിന്നെ അച്ഛനായിരുന്നു ബാക്കിയെല്ലാം ഓടിച്ചത്. നമുക്ക് കുറച്ചധികം സാധനങ്ങൾ പല സ്ഥലത്തു നിന്നായിട്ട് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കൂടി കളക്ട് ചെയ്ത് വന്നപ്പോഴേക്കും സമയം ഒരു വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. എന്നാ പിന്നെ ഒരു ചായ ഇങ്ങ് കാച്ചിയേക്കാന്ന് കരുതി അടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി ഞങ്ങൾ 3 ചായ പറഞ്ഞു. ചായ മാത്രമായ എങ്ങനെയാ, അങ്ങനെ ഞങ്ങൾ 3 കടി കൂടെ പറഞ്ഞു. ആ കാണിച്ച തമാശ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ട്. ഫുഡ് വെച്ചിട്ടാണോടാ തമാശ കാണിക്കുന്നത്? ചെയ്തത് ചെയ്തു, ഇനി മേലെ ഇങ്ങനെയൊന്നും കാണിച്ചേക്കല്ല കേട്ടല്ലോ. അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് നാളെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങി നമ്മൾ വീട്ടിൽ പോവാണ്. അങ്ങനെ ഇന്നലെ ദിവസം മുഴുവനും അച്ഛനും ഞാനും അനിയൻ തന്നെയും കൂടിയിട്ട് കറങ്ങി തരുന്നു. അപ്പൊ ഇന്നത്തെ കഥകള് അപ്പൊ ബൈ.